സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർദ്ധിക്കും. അത് സർക്കാർ തീരുമാനങ്ങളൊക്കെ ഏത് സർക്കാർ വന്നാലും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കൂടെ മറ്റ് പെൻഷനുകൾ വാങ്ങിക്കുന്ന ആരൊക്കെ അർഹതയുണ്ട്? 2 പെൻഷൻ വാങ്ങിക്കാം. അതിനുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ 4000 രൂപയിൽ കുറവ് വാങ്ങിക്കുന്ന പങ്കാളിത്ത പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷന് അപേക്ഷിക്കാം. എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പെട്ട ആളായിരിക്കണം. 1,00,000 രൂപ കുടുംബ വാർഷിക വരുമാനത്തിൽ കവിയാൻ പാടില്ല. അതായത് 1,00,000 വേണമെങ്കിൽ 1 രൂപ കുറവുണ്ടായാൽ മതി. അങ്ങനെയുള്ള ആളുകളായിരിക്കണം. വീട്ടിൽ 4 ചക്ര വാഹനങ്ങൾ, കാറ് ഉണ്ടാവാൻ പാടില്ല. AC ഉണ്ടാവാൻ പാടില്ല. വലിയ വീടുണ്ടാവാൻ പാടില്ല. 1200 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 1600 രൂപ പെൻഷന് പകരം 600 രൂപ സർക്കാർ നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പെൻഷൻ വാങ്ങിക്കാൻ ഇനി ഒരുപാട് പേർക്ക് സാധിക്കും. ആ പെൻഷനൊക്കെ കൂടി വാങ്ങിച്ച് സുഖമായിട്ട് ശിഷ്ടകാലം ഭംഗിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.